ബഹുമാന്യനായ MLA, അവാർഡ് ഏറ്റുവാങ്ങുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ്, സഭയുടെ സെക്രട്ടറി, ഭക്തർക്ക് വിശ്വാസികളുടെ സമൂഹമേ, ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ തീർത്ഥാടക സംഗമമാണ് നടക്കുന്നത്. നാനാ ജാതി മതസ്ഥർ ഒത്തുകൂടുന്ന മലങ്കര സഭയുടെ അഭിമാനമായ ഒരു ദേവാലയമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. ഞാൻ ഈ ദേവാലയത്തെപ്പറ്റി ദീർഘമായി പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ മറ്റേതൊരു ദേവാലയത്തിൽ നിന്നും വ്യത്യസ്തമായി പല ചടങ്ങുകൾക്കും ഇപ്പോഴും ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദേവാലയമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചെമ്പെടുപ്പ് എന്ന ആചാരത്തിന്റെ തുടക്കം കുറിച്ച ഈ ദേവാലയത്തിലെ ചെമ്പെടുപ്പിൽ ഇപ്പോഴും ആദ്യമായി അരിയിടുവാനുള്ള അവകാശം ഒരു ഹൈന്ദവ കുടുംബത്തിനുണ്ട്. ആ പാരമ്പര്യം ഞങ്ങൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ തലമുറയിൽ നിലനിർത്തുകയാണ്. ഞാൻ മനസ്സിലാക്കിയാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ കാരണവർ ഏതോ അസുഖബാധയെ തുടർന്ന് ദേവാലയത്തിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ ആ വർഷത്തെ വികാരിയും ഭരണാധികാരികളും കൂടെ ചേർന്ന് ചെമ്പുമായി വേക്കാട്ട് കുടുംബത്തിലെത്തി അരി ആദ്യം വാങ്ങി പോന്ന ചരിത്രം ഈ ദേവാലയത്തിലുണ്ട്. അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങളുമായ ബന്ധം നിലനിർത്തുവാൻ മലങ്കര സഭയിലെ ചന്ദനപ്പള്ളി വലിയ പള്ളി കാണിക്കുന്ന ഈ പ്രത്യേകത തീർച്ചയായും അഭിവന്യ കാതോലിക്ക ബാബ തിരുമനസിലുൾപ്പെടെ മലങ്കര സഭയിലെ കേരളത്തിലെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിലെ അഭിമാനമായി ദേവാലയം നിൽക്കുമെന്ന് മാത്രമേ ചുരുക്കത്തിൽ ആദ്യമായി ഞാൻ പറയുന്നുള്ളൂ. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ കാതോലിക്ക ബാബ തിരുമനസുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭ ചിലപ്പോൾ മറ്റേ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ പ്രസിദ്ധതയിൽ നീങ്ങുമ്പോഴും ആ സഭയെ ധീരമായി നയിക്കുവാൻ, ആ സഭയുടെ കൊടി ഉയർത്തിപ്പിടിക്കുവാൻ, വിശ്വാസികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ ഒക്കെ ധീരമായ നേതൃത്വം നൽകുവാൻ തിരുമേനിക്ക് കഴിയുന്നുവെന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറ്റവും അഭിമാനമാണ്. തീർച്ചയായും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവർക്ക് മുഴുവൻ ആകമാനമായി തിരുമേനിയുടെ നേതൃത്വം ഭക്തജനങ്ങൾക്ക് ആശ്വാസമാണ് എന്നതുകൊണ്ട് തിരുമേനിയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിന് വലിയ കാര്യമാണ്. തീർച്ചയായും മലങ്കരയിലെ കാതോലിക്ക ബാബ തിരുമനസ് എല്ലാ വർഷവും 8-ാം തീയതി രാവിലെ ദിവബലി അർപ്പിക്കുവാൻ ഈ ദേവാലയത്തിൽ എത്തുന്നു എന്നത് ഈ ദേവാലയത്തിൽ നിന്നും നാനാജാതി മതസ്ഥർക്ക് അഭിമാനമാണ്, സന്തോഷമാണ്, അനുഗ്രഹമാണ്. അങ്ങയുടെ സാന്നിധ്യം ദേവാലയത്തിലേക്ക് കിട്ടിയതിൽ കൂടുതലായി സന്തോഷിച്ചുകൊണ്ട് ഈ മുഴുവൻ ജനങ്ങളുടെയും തീർത്ഥാടകരുടെയും പേരിൽ ഈ തീർത്ഥാടക സംഗമത്തിലേക്ക് തിരുമനസിന്റെ തീർത്ഥാടനത്തിൽ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഈ തീർത്ഥാടക സംഗമത്തിൽ നമുക്ക് അഭിമാനമായ നമ്മുടെ ഭദ്രാസനത്തെ നയിക്കുന്ന നമ്മുടെ എല്ലാ വഴിയിലേക്കും ഓരോ കാര്യത്തിൽ, പ്രത്യേകിച്ച് ചന്ദനപ്പള്ളി ഇടവകയുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നൽകുന്ന നമ്മുടെ ഇടവകയുടെ മെത്രാപ്പോലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമെത്രാപ്പോലീത്ത ഈ യോഗത്തിലുണ്ട്. അദ്ദേഹമാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. തീർച്ചയായും എല്ലാവരുടെയും പേരിൽ ഞാൻ പലപ്പോഴും ഓർത്തത് പറയേണ്ടത്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആത്മീയ ദേവാലയം ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനായ MLA ചിറ്റയം പ്രഭുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. വർഷങ്ങളായി ഈ ദേവാലയത്തിൽ തണൽ എന്നൊരു പദ്ധതിയുണ്ടെങ്കിൽ ഈ വർഷം പുതുതായി വീണ്ടും സാധുജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. എന്റെ സന്തോഷത്തോടെ പറയാൻ കഴിയും, അഭിമന്യ തിരുമേനിയുടെ താല്പര്യമാണ്. തിരുമേനിയാണ് ഞങ്ങൾ പറഞ്ഞത്, കിട്ടുന്ന പണം പാവപ്പെട്ടവന് വേണ്ടി പങ്കുവെക്കുവാനുള്ള നിങ്ങൾ മനസ്സുണ്ടാകണമെന്ന് ഈ ഇടവകയുടെ മെത്രാപ്പോലീത്ത ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ വർഷം മുതൽ പുതിയ ഒരു സഹായ പദ്ധതി ആരംഭിക്കുന്നു. കാരുണ്യ എന്ന് പേരിട്ട് അത് അഭിമന്യ തിരുമേനിക്കുള്ള സമർപ്പണമായി കരുതുന്നു. തിരുമേനിയെ ഈ തീർത്ഥാടക സംഗമത്തിലേക്ക് അങ്ങയുടെ പാവത്തിൽ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഈ യോഗത്തിൽ തീർത്ഥാടക സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് അഭിമന്യ ഡോക്ടർ യുഗാനന്മാർ മെത്രാപ്പോലീത്ത തിരുവനന്തപുരത്തുകൊണ്ടാണ്. നമ്മൾ അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വലുതാണ്. ഞാൻ അദ്ദേഹത്തെ ഈ തീർത്ഥാടക സംഘത്തിലേക്ക് ഈ ഇടവകയുടെ പേരിൽ നിന്നും ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിൽ നിന്നും നിങ്ങൾക്കറിയാം, എല്ലാ മെയ് മാസം 8-ാം തീയതി നടക്കുന്ന തീർത്ഥാടക സംഗമത്തിൽ വെച്ച് ഒരു അവാർഡ് നൽകാറുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനമായ ഒരു അംഗം ഈ ഇടവകയ്ക്കും പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും അതിനുപരി സാമൂഹികമായ ജനങ്ങൾക്ക് നൽകുന്ന അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ഓർഡർ ഓഫ് സെന്റ് ജോർജ് സമർപ്പിക്കാറുണ്ട്. ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത് ജസ്റ്റിസ്
ബെഞ്ചമിൻ കോശി അവരുടെയാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. സഹധർമ്മിണിയുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും ഈ തീർത്ഥാടക സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ കാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾ തണൽ എന്ന പദ്ധതി നടത്തുന്നുണ്ട്. ഒരു വർഷം 10-12 പേർക്ക് ഒറ്റത്തവണ എന്ന രീതിയിൽ രോഗികൾക്കാവാം, പഠനത്തിന് ആവശ്യമാകാം. ആ സഹായം എന്ന് പറയുന്നത് ഒറ്റത്തവണ സഹായമാണ്. ഏതെങ്കിലും ഒരു നല്ല തുക ഒരു പ്രാവശ്യമേ കൊടുക്കും. എന്നാൽ പലപ്പോഴും പല കുടുംബങ്ങളിലെ കുട്ടികളും പഠനത്തിന് ആവശ്യമായ സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നുള്ളതുകൊണ്ട് ഇനി മുതൽ ഓരോ വർഷവും കുറഞ്ഞത് 12 കുട്ടികളെയോ 12 വീട്ടുകാരെ തിരഞ്ഞെടുക്കും. അത് അവർക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 18 വയസ്സ് വരെ, അല്ല ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായമാണെങ്കിൽ അവരുടെ മരണം വരെ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയ്ക്ക് പണം ആവശ്യമാകുമ്പോൾ വരെ എല്ലാ മാസവും മാന്യമായ ഒരു തുക നൽകിക്കൊണ്ടാണ് ഈ കാരുണ്യ സ്പർശം എന്നുള്ള പരിപാടി ആ സഹായം ആരംഭിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ MLA ചിറ്റയം ഗോപകുമാറാണ്. അടൂരിന്റെ MLA ആണ് അദ്ദേഹം. നേരത്തെ തന്നെ ഈ ദേവാലയത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന അദ്ദേഹം എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്കറിയാം, സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ ജനറലായിരുന്ന ഈ ഇടവകയുടെ അഭിമാനമായിരുന്ന ഇടവകയുടെ ആദ്യ വികാരിമാരിൽ ഒരാളായിരുന്ന മാവേലിൽ K. ഡേവിഡ് കോർ എപ്പിസ്കോപ്പയുടെ ലഘുജീവിതം അത് എഴുതിയിരിക്കുന്നത് KV മാമൻ സാറാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശനം അഭിവൃദ്ധി കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് തന്നെ നിർവഹിക്കാമെന്ന് സമ്മതിച്ചതായിട്ടാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞിരുന്നു. ആ പുസ്തക രചിച്ച ബഹുമാനായ KV മാമൻ സാറ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയട്ടെ, എന്റെ പിതാമകന്റെ സഹോദരനാണ് മാവേലിൽ K. ഡേവിഡ് കോർ എപ്പിസ്കോപ്പ എന്നതുകൊണ്ട് തീർച്ചയായും സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ പറഞ്ഞു എന്ന അഭിമാനത്തോടെ ആ ചരിത്രം എഴുതിയ KV മാമൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഉണ്ട്. ഈ ഇടവകയുടെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഭരണത്തിൽ പറയുന്നത് ചന്ദനപ്പള്ളി ആണെന്നാണ്. അങ്ങനെ ഈ ഇടവകയുടെ അഭിമാനമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന ജോർജ് ജോസഫ്. ഡോക്ടർ ജോർജ് ജോസഫിനെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ ബഹുമാനായ കൊടുവൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ നായരുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കുന്ന അഡ്വക്കേറ്റ് അനിൽ പി വരീസ് ഇടവകീരമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റംസാൻമാരുണ്ട്, വൈദികരുണ്ട്. എല്ലാ സ്ഥാനമാനങ്ങളും വഹിക്കുന്ന ഇടവകയുടെ സഭയുടെ വിവിധ തലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ ആരെയും പ്രത്യേകമായി പേരെടുത്ത് വിളിക്കുന്ന സമയം ചുരുക്കമുണ്ട്. നിങ്ങളുടെ ആരുടെയും പ്രത്യേകമായ പേര് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിൽ നിങ്ങൾ അറിയിക്കുന്ന സ്ഥാനത്ത് വൃത്തിക്കൊണ്ട് തന്നെ കണ്ടുകൊണ്ട് ഈ സംഗമത്തേക്ക് സ്വാഗതത്തിൽ ഒരിക്കൽ കൂടി എല്ലാ അഭിബന്ധ തിരുമേനിമാരെയും അതിഥികളെയും ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലയുയർത്തി നിൽക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുവേനി, ഈ സദസ്സിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഡൽഹി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് തിരുവേനി, ഇന്ന് ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന മുദ്ര നാം സമർപ്പിച്ചാദരിക്കുന്ന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, അധ്യക്ഷ വേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ ചിറ്റയം ഗോപകുമാർ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, അധ്യക്ഷ വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട KV മാമൻ, സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ചന്ദനം കൊണ്ട് പൂരിതമായിരിക്കുന്ന ഒരു പ്രദേശമാണ് ചന്ദനപ്പള്ളി. ചന്ദനപ്പള്ളി ദേവാലയവും ആ ചന്ദനത്തിന്റെ സുഗന്ധം ലോകത്തിൽ വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം എന്നും പരിശ്രമിക്കുന്നു എന്നുള്ളത് ഈ ദേവാലയത്തിന്റെ പ്രത്യേകതയാണ്. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പെരുന്നാൾ
ഇന്ന് ദിവസങ്ങളോളം അതിൻ്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും ശുശ്രൂഷകളും നടത്തി വരികയായിരുന്നു. ആ പെരുന്നാളിൻ്റെ സുപ്രധാന ആഘോഷ പരിപാടികൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ നാമം തീർത്ഥാടക സംഗമം എന്നാണ്. ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു പ്രയാണമാണ് തീർത്ഥാടനം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. സാധാരണ ലോക ജീവിതത്തിൽ നിന്ന് ഒരു ആധ്യാത്മികമായ ബിന്ദുവിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ ഒരു പ്രയാണത്തിന് പേര് കൊടുക്കുന്നത് വേണമെങ്കിൽ തീർത്ഥാടനം എന്ന് ആകാവുന്നതാണ്. എല്ലാ മതങ്ങളിലും തീർത്ഥാടനമുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ തീർച്ചയായും മെക്കയിലേക്ക്, അത് ഒരു വിശുദ്ധ നഗരമാണ്, ആ മെക്കയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടനം നടത്താറുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ജെറുസലേമിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട്. കേരളത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകളെന്ന് ഞാൻ പറയുന്നില്ല, 100 വർഷങ്ങൾക്കും 200 വർഷങ്ങൾക്കും മുൻപുമൊക്കെ നമ്മുടെ പൂർവികന്മാർ മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനം നടത്തി സഭയുടെ ചരിത്രം പ്രത്യേകമായി അതിനെ വഴിതിരിച്ചു വിടുവാൻ തക്കവണ്ണം കാരണമായിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയിലേക്കും മൂകാംബികയിലേക്കും ഒക്കെ തീർത്ഥാടനം നടത്താറുണ്ട്. ഈ തീർത്ഥാടനം നടത്തുമ്പോൾ തീർത്ഥാടകർക്ക് അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരു ആധ്യാത്മികമായ ബിന്ദുവിലേക്കുള്ള പ്രയാണമാണ്. ആധ്യാത്മികമായ ആ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ തീർത്ഥാടകന്റെ മനസ്സ് സമാധാനം കൊണ്ട് സംതൃപ്തി കൊണ്ട് നിറഞ്ഞൊഴുകും. ഇതുപോലെ ചെറിയ ചെറിയ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. മലക്കരയിലെ സാധാരണക്കാർക്ക് ആധ്യാത്മികമായ ഒരു പരിവേഷം ലഭിക്കാൻ തക്കവണ്ണം, സന്തോഷവും സംതൃപ്തിയും സമാധാനവും ലഭിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഇടമാണ് ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി എന്ന് പറയുന്നത്. ഇവിടേക്ക് തീർത്ഥാടനം നടത്തുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു പട്ടാളക്കാരൻ പരിശുദ്ധനായി ജീവിച്ച് തിന്മയ്ക്കെതിരായി പോരാടി മനുഷ്യ സമൂഹത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഒരു പട്ടാളക്കാരനായ ഒരു പരിശുദ്ധന്റെ പ്രതിഷ്ഠയാണ് ഈ ദേവാലയത്തിലുള്ളത്. നാനാജാതി മതസ്ഥർക്കും ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അനുഭവങ്ങൾ കൊണ്ടാണ് ഒരിടം തീർത്ഥാടന കേന്ദ്രമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. കാരണം തീർത്ഥാടകർക്ക് ലഭിക്കുന്ന മനസ്സിന്റെ സംതൃപ്തി, അവരുടെ ജീവിതത്തിന്റെ പരിഹാരമില്ലാത്ത കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള ഒരു പോംവഴി, അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടന കേന്ദ്രം തീർച്ചയായും മനുഷ്യോപകാരപ്രദമായ ഒരു കേന്ദ്രമായി ഭൂമിയിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും മനുഷ്യ മനസ്സ് സംഘർഷപൂരിതമാണ്. സമാധാനത്തോടെ ജീവിതം നയിക്കുവാൻ വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഗത പ്രസംഗം നമ്മളെ ഓർമ്മിപ്പിച്ചു, 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹൈന്ദവ സഹോദര കുടുംബത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്കുള്ള നേർച്ചയുടെ ആരംഭം എന്ന് പറയുന്നത് 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ഹൈന്ദവ രാജാക്കന്മാർ സാത്വികന്മാരായിരുന്നു. അവർ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുമായിരുന്നു. പ്രജകളുടെ ക്ഷേമം, ധർമ്മരാജാവെന്ന സ്ഥാനത്തിന് അവർ യോഗ്യരായിരുന്നു. അവർക്ക് മറ്റൊന്നുമില്ല, പ്രജകളുടെ ക്ഷേമം, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്ഥാപിക്കപ്പെട്ടത്, പിന്നീട് അത് തഴച്ച് വളർന്നത്. അതുകൊണ്ട് ഈ ഹൈന്ദവ രാജാക്കന്മാരുടെ മതമൈത്രിയും അതുപോലെ തന്നെ സാഹോദര്യ ഭാവവും
എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനുള്ള വലിയ മനസ്സും അവർക്ക് ഉണ്ടായിരുന്നു. പ്രജകളുടെ ക്ഷേമം, ധർമ്മരാജാവ്, ആ ധർമ്മരാജാവ് എന്നുള്ള പദവിക്ക് അവർ തീർത്തും അർഹരായിരുന്നു. അത് ആ ഒരു ചരിത്രവും കൂടെ ഈ ദേവാലയത്തിന്റെ പിറകിലുണ്ട് എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലെ കൗതുകമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഇവിടെയുള്ളവർക്ക് അത് നന്നായിട്ട് അറിയാമായിരിക്കാം. ദൂരെ നിൽക്കുന്നവർക്ക് ഇപ്രകാരമുള്ള ഒരു ചരിത്ര സത്യം ഈ ദേവാലയത്തിന്റെ പിറകിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ പടരുന്ന ഈ കാലഘട്ടത്തില് ഇത് വളരെ കൗതുകം തരുന്നൊരു വാർത്തയാണ്. ഈ മതമൈത്രി ഭാവം എന്നും ഇവിടെ നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് സംഘർഷപൂരിതമാണ്. മനുഷ്യൻ ആർത്തി പൂണ്ടി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുവാൻ മനുഷ്യന് യാതൊരു പ്രയാസവുമില്ല. മനുഷ്യനെ നശിപ്പിക്കുവാൻ ധാരാളം ഒരു പ്രയാസമില്ലാത്ത കാലഘട്ടം. എല്ലാം ഇന്ന് ഒരു യാന്ത്രിക മനസ്സാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ സത്യമാകുമ്പോൾ എത്രമാത്രം മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് നാം അനുദിനം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വാടക കൊലയാളികള്, കവർച്ചകള്, എല്ലാ വിധത്തിലുള്ള മനുഷ്യ ജീവിതത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന അനവധി കാര്യങ്ങൾ. ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, പക്ഷേ മനുഷ്യൻ ഒന്ന് സ്വയം ചിന്തിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. ഒന്ന് നിൽക്കുക, അല്പം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് യാത്ര തുടരുക. ഇത് വഴിയാത്രയിൽ നാം കാണുന്ന ചിഹ്നങ്ങളാണ്. സ്റ്റോപ്പ് ദെൻ പ്രൊസീഡ് എന്ന് പറയുന്ന പോലെ മനുഷ്യ ജീവിതം അല്പസമയം ഒന്ന് നിന്നിടത്ത് നിന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുകയും തുടർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കത്തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. പ്രകൃതിയെ നശിപ്പിക്കുവാൻ മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്വാർത്ഥതയാണ് ഇന്ന് ആധുനിക മനുഷ്യന്റെ മുഖമുദ്ര. എല്ലാ മനുഷ്യരും സ്വാർത്ഥരാകുമ്പോൾ ഈ ഭൂമി വാസയോഗ്യമല്ലാതായി തീരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ളൊരു പ്രയാണം എന്ന ഒരു ചിന്തയ്ക്ക് തീർച്ചയായും ഒരു സ്ഥാനമുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ തീർത്ഥാടന സംഗമം ഇവിടെ ഏറ്റവും നന്നായി നടക്കണം. ഇതെല്ലാ മതങ്ങളിലുമുള്ളൊരു വ്യവസ്ഥിതിയാണ്. ആ മതങ്ങളെല്ലാം പരസ്പര ബഹുമാനത്തോടെ, പരസ്പര ആദരവോടെ ഈ കേരളത്തിൽ, ഈ ഭൂമുഖത്ത് കഴിയണം. അതാണ് ഈശ്വരന്റെ ചിന്ത. ഈശ്വരന് പ്രത്യേക മതമില്ല, ഈശ്വരന് പ്രത്യേക ജാതിയില്ല. മനുഷ്യൻ എന്ന ജാതി മാത്രമായിരിക്കും ഈശ്വരന്റെ മുൻപിലുള്ളത്. ആ മനുഷ്യ സമൂഹം, മനുഷ്യരാശി മുഴുവനും ഈശ്വരന്റെ വീക്ഷണ വലയത്തിൽപ്പെട്ടവരാണ്. പിന്നെ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. പരസ്പരം പോരടിക്കുവാനും ഒരുപക്ഷെ മനുഷ്യന്റെ സ്വാർത്ഥ മനസ്സ് അനുവദിക്കുകയാണ്. പരിശുദ്ധ ഗീവർഗീസ് സഹദാ ഇതിൽ നിന്നെല്ലാം വിഭിന്നനാണ്. അദ്ദേഹം ആദിമകാലത്ത് ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ക്രിസ്തീയ മൂല്യങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ സാത്വിക അംശങ്ങൾ സ്വാംശീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് സ്വന്തം ജീവിതം സമ്പൂർണമായി ഒരു തിന്മയോടുള്ള പോരാട്ടത്തിന്റെ ജീവിതമായി അദ്ദേഹം സമർപ്പിച്ചത് എന്നാണ് എൻ്റെ വിചാരം. ഇന്നും നമ്മുടെയും ജീവിതം പോരാട്ടത്തിന്റെ ജീവിതമാണ്. പോരാട്ടം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ലോകപ്രകാരമുള്ള ജീവിതത്തിലെ വാളും കൊടുവാളും ഉപയോഗിച്ചുള്ള പോരാട്ടമല്ല, മറിച്ച് സത്യം, നീതി, നന്മ അവ പുറപ്പെടുവിക്കുവാനുള്ള ഒരു പോരാട്ടം, തിന്മയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം. അങ്ങനെ തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി യഥാർത്ഥ ഒരു തീർത്ഥാടക കേന്ദ്രത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം സാധ്യമായി തീരുമ്പോൾ തീർച്ചയായും മനുഷ്യ ജീവിതം കുറെ കൂടെ സംതൃപ്തമാകും, സമാധാനപൂർണ്ണമാകും. ഞാനെന്റെ വാക്കുകളിലൂടെ ചുരുക്കട്ടെ. നമ്മുടെ സഭയുടെ അഭിമാനമായിരിക്കുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, അദ്ദേഹം പാറ്റ്ന ഹൈക്കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്തു. കേരള ഹൈക്കോടതിയിൽ കുറച്ചുകാലം അദ്ദേഹം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി.
ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ്. മലങ്കര സഭയുടെ അഭിമാനമാണ്. അദ്ദേഹത്തെ ഈ ഇടവക ആദരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സേവന മുഖാന്തരമായിട്ട് നമുക്ക് കൂടുതൽ ഈ സഭയുടെ ശോഭ ധാരാളമായി വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളിലൂടെ സംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മംഗളപത്രം ഇടവക മെത്രാപ്പോലീത്ത അഭിനന്ദന കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് മെത്രാപ്പോലീത്ത മംഗളപത്രം നൽകുന്നതാണ്. ഓർഡർ ഓഫ് സെന്റ് ജോർജ് ദൈവനീതിയുടെ വിശുദ്ധ ദർശനങ്ങൾ ചിന്തയിൽ കയറി നന്മയിൽ സാഹോദര്യം നിറഞ്ഞ നവസമൂഹ സൃഷ്ടിക്കായി വിധിന്യായങ്ങളുടെ വിശുദ്ധ നൈതികത കാത്ത് സൂക്ഷിച്ച് ന്യായാധിപൻ ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശിയെ സ്വർഗീയ പിന്നരങ്ങളുടെ പവിത്ര സംഗീതം എഴുതിറങ്ങുന്ന പ്രാർത്ഥനയോടെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദ്രപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആദരിക്കുന്നു. 2012 മെയ് 8 പെരുന്നാൾ ദിവസം വളരെയേറെ ജീവിതത്തിൽ വിലമതിക്കുന്ന ഒരു അവാർഡ് ഈ പരിശുദ്ധ ദേവാലയ സന്നിധിയിൽ വെച്ച് സ്വീകരിക്കുവാനായിട്ടും സഭയുടെ പരമാധ്യക്ഷനായ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിൽ നിന്ന് സ്വീകരിച്ച് ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനത്തിലേക്ക് എന്നെ വിളിക്കുകയും ഈ അവാർഡ് തീരുമാനിക്കാൻ ശ്രമിച്ച ഈ പള്ളി ഇടവകയാരോടും ട്രസ്റ്റി സെക്രട്ടറി ഇതിലെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്ന് എല്ലാം കൊണ്ടും വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ ദേവാലയം. പരിശുദ്ധ ഗൗരീസഭയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കണം ചന്ദനപ്പള്ളിക്കാർക്ക് മുഴുവൻ ഈ ചന്ദനത്തിൽ നിന്ന് മണം വരുന്ന പോലെ ചന്ദനപ്പള്ളിക്കാർ എവിടെ പോയാലും മറ്റു മനുഷ്യർക്ക് സൗരഭ്യവും സ്നേഹവും സന്തോഷവും കൊടുക്കുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പല ചന്ദനപ്പള്ളിക്കാരെ ഞാൻ കർണാടകത്ത് വെച്ചും ഡൽഹിയിൽ വെച്ചും ഒക്കെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെ എല്ലാവരും തന്നെ ചന്ദനത്തിന്റെ മണം പോലെ സൗരഭ്യം വിതറുന്നവരാണ്. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. ഇന്ന് സെക്രട്ടറി റിപ്പോർട്ട് വായിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ധാരാളം ജീവകാരുണ്യ സ്വാതന്ത്ര്യ മനസ്സിലായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സഭയാണ്, ഒരു ഇടവകയാണ്. അതാണ് മനുഷ്യ ദൈവസ്നേഹമാകുന്നു പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പന അതാണ്. അതുകൊണ്ട് ആ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളെ എല്ലാവരും ദൈവത്തിന് അനുഗ്രഹിക്കുന്നുള്ളതിൽ യാതൊരു വൈമുഖതയുമില്ല. മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള വളരെയേറെ താല്പര്യവും. അതുകൊണ്ട് പരിശുദ്ധ ഗൗരീസഭ സകല പരിശുദ്ധന്മാരുടെയും പ്രതീകമാണ്, എല്ലാ പരിശുദ്ധന്മാരുടെയും കൂടി ഒരു പ്രതീകമാണ്. അദ്ദേഹം ഒന്നെന്ന് പറയുന്ന വ്യാഴി, ആ സർപ്പം സകല തിന്മയുടെയും ഉൽപ്പത്തി മുതല് വെളിപാട് വരെ ഒരു സകല തിന്മകളുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് സർപ്പത്തിനെ കാണുന്നത്. ഗൗരീസഭ അവിടെ ചെല്ലാൻ കാരണം ഒരു രാജകുമാരിയെ കൊല്ലാനായിട്ട് വ്യാധി ഇരിക്കുന്ന സമയമാണ്. അനേകം ദോഷം ചെയ്തതാണ്. സ്വന്തം ജീവൻ പോലും പ്രവർത്തിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് വിശ്വാസം ദൈവം എന്നോടൊപ്പം ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി ആ വലിയ പ്രത്യാശയോടുകൂടി ചെയ്യുന്ന ആ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ശക്തിയായ കുതിര, വെള്ളക്കുതിര. ആ കുന്തമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് ആ വ്യാധിയെ ഇല്ലാതാക്കിയ ഒരു വലിയൊരു താത്വികമായ പ്രദർശനം കൂടിയാണ് ഗൗരീസഭയുടെ ഈ പെരുന്നാളിൽ നമ്മൾ കാണുന്നത്. ആ പടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ വേറെ കാര്യം നമുക്ക് മനസ്സിലാകാനാണ് പട്ടാളക്കാരനായ ഒരു പരിശുദ്ധനായി ജീവിതം ഏത് തിരുവേനിയോ കാതോലിക്കയോ ബാപ്റ്റിസ്റ്റോ ആവേണ്ട കാര്യമില്ല പരിശുദ്ധനാകാനായി. ഈ പരിശുദ്ധ നിലയിലേക്ക് നമ്മൾ ഏത് നിലയിൽ പ്രവർത്തിക്കുന്ന ആ രീതി, ആ സ്ഥിരമായ പ്രാർത്ഥനയോടെ എല്ലാം സാധിക്കും. ഈ അവാർഡ് കിട്ടുന്നതിൽ പ്രത്യേകമായി നന്ദി പറഞ്ഞു. അതും
ഞങ്ങളുടെ നാട്ടുകാരനായ ഇടവോത്ര ഞാൻ വളരെയേറെ വിനയത്തിന്റെ പ്രതീകമായ ഇടവോത്ര ഡൽഹിയിലെ ഭദ്രാസനത്തില് യുവജനങ്ങളെ മുഴുവൻ വീണ്ടും വോട്ടിണക്കി വളരെയേറെ ആൾക്കാരെ ഒരു റിവൈവൽ നമ്മുടെ ഡൽഹി ഭദ്രാസനത്തിലെ പിന്നെ ബാബാദിനിയാണെങ്കിൽ അദ്ദേഹം അതുപോലെ ഞങ്ങൾ വിവിധ പള്ളിയിൽ അച്ഛനായിരുന്നു. അതുപോലെ സ്നേഹത്തിന്റെ അനുഗ്രഹവും വരുന്നത് അദ്ദേഹം ഓരോരുത്തർക്ക് അനുഗ്രഹം വരികയാണ്. ആ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചത് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കമ്മിറ്റികളോട് പ്രത്യേകം നന്ദി പറഞ്ഞ് ഈ ഇടപാടുകളോടെല്ലാം ചന്ദ്രപ്പള്ളിക്കാരോട് പണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നേരത്തെ ഇവിടെ വന്നത് ആ എല്ലാവരോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വലിയ നാമത്തിന് മഹത്വമുണ്ടായി. പരിശുദ്ധ ഇന്ന് ഈ സെന്റ് ജോർജ് അവാർഡ് ലഭിച്ച ദേവർക്ക് നിരവധിയായ ജസ്റ്റിസ് ബെഞ്ചമിൻ ജോഷി അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുണ്ട്. പിന്നെ അനന്തര ദിവസം വേണ്ടി നമ്മൾ സഭാ അവകാശം വൈദിക സ്ഥലത്തിൽ മാതാപിതാക്കളെ സഹോദരീശ്വരന്മാരെ ദേശവാസികളെ മത്സ്യങ്ങളെ കുഞ്ഞുങ്ങളെ അവർക്ക് സ്നേഹമാണ്. വിശുദ്ധ ബാബാദിൽ നിന്നുണ്ട് ഇവിടെ സംസാരിക്കപ്പെട്ട ഉദ്ഘാടനത്തിൻ്റെ ഒരു വലിയ ആശയം നമുക്ക് പകർന്നു തന്നു. ഈ പള്ളിയിൽ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഉദ്ഘാടനത്തിൻ്റെ ഒരു ആകത്തുക നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ, എത്രയോ സമീപവാസികൾ ഇങ്ങനെ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി വെച്ചിട്ട ഗീവർഗീയ സഹായപ്രദായുടെ നാമത്തിൽ ഇങ്ങനെ ഉയർന്ന കാണുന്നതിൽ നിങ്ങളോടൊപ്പം ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്വാഗത പ്രസംഗകന് ഈ പള്ളിയുടെ നടത്തിപ്പില് പുതിയൊരു കാൽവയ്പ് വെച്ചിരിക്കുന്നതായി പറയുകയുണ്ടായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആലോചനത്തിൽ കൂടി മനസ്സിലായത് മാത്രമല്ല, എനിക്ക് അനുഭവത്തിൽ ഉള്ള ഒരു കാര്യം കൂടി പറയുവാനാണ് ഞാൻ ഈ അവസരം എടുക്കുന്നത്. 2 വർഷം മുമ്പ് ഈ പെരുന്നാളിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ പറയുകയുണ്ടായി, നിർദ്ദേശിക്കുകയുണ്ടായി, ഈ ഭദ്രാസനത്തിലും മറ്റ് സഭയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന ആതുര സ്ഥാപനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. അത് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പ്രകാശധാര, ശാന്തി സദനം, രക്ഷുവിച്ചറ മേഴ്സി ഹോം എന്നിവിടങ്ങളിലേക്ക് നിങ്ങൾ സഹായം എത്തിച്ചു തന്നു എന്നുള്ളതാണ് അതിൻ്റെ അനന്തര നടപടിയായിട്ട് എനിക്ക് അനുഭവമായത്. ഇന്ന് രാവിലെ രക്ഷുവിച്ചറ മേഴ്സി ഹോമിൽ നിന്ന് എന്നെ വിളിച്ചൊരു കാര്യം പറയുകയുണ്ടായി. അവിടുത്തെ സിസ്റ്ററും അവിടെ പ്രവർത്തകരും. അപ്പം ഞാൻ ഇന്ന് എവിടെയാണ് വിശുദ്ധ കുർബാന ലഭിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചന്ദ്രപ്പള്ളി വലിയ പള്ളിയിൽ പെരുന്നാളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ പ്രത്യേകം പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനോട് നേരത്തെ പറഞ്ഞ കാര്യമാണ്. 2 വർഷം മുമ്പ് ഇവിടെ നിന്ന് 200 കിലോ അരി അവിടെ കൊണ്ടുകൊടുത്തു. കൂടെ ചെന്നവന് പള്ളിയിൽ നിന്ന് ധനസഹായം കൊടുത്തിരുന്നു. അസിസ്റ്റന്റ് പിന്നത്തെ വാചകം, അന്ന് മുതൽ ഇന്ന് വരെ അവിടെ അരിക്ക് മുട്ടുണ്ടായിട്ടില്ല. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ആ പാവപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങിയത് മുതൽ അവിടെ യാതൊരു പ്രയാസവും അരിക്കോ മറ്റ് സാധനങ്ങൾക്കോ പണത്തിനോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു അനുഭവം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ് സന്തോഷത്തോടുകൂടെ അറിയിക്കുകയാണ്. അത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും നമുക്ക് സഹായകമായ അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ളൊരു വിഷയമാണ് നമുക്ക് കിട്ടുന്നത്. ഈ നാനാദേശത്ത് നിന്ന് വരുന്ന ആളുകൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ, വിവിധ സഭാംഗങ്ങൾ ഇവിടെ കൊണ്ടുതരുന്ന നേർച്ചയുടെ ഒരംശം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അനേകരാണ് ഇതിനു വേണ്ടി, ഈ പള്ളിക്ക് വേണ്ടി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
നമ്മളറിയാത്ത ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു സത്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ആരുമില്ലാത്ത അഗതികളെ സഹായിക്കാൻ പുതിയ കാൽവെപ്പ് വെച്ചിരിക്കുന്ന ചന്ദ്രപ്പള്ളി സെന്റ് ജോർജ് ഇടവകയെ അതിന്റെ ചുമതലക്കാരെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അനുമോദിക്കുകയാണ്. ഇന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ അനുസ്മരിക്കാൻ കഴിയാതെ വരുന്നില്ല. അതായത് നമുക്കേവർക്കും സ്നേഹിതനായും നമ്മുടെ സഭയ്ക്ക് അഭിമാനമായും പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ശ്യാമുവേൽ ചന്ദ്രപ്പള്ളിയെ ഞാൻ അനുസ്മരിക്കുകയാണ്. എൻ്റെ സഹപാഠിയും എൻ്റെ സഹപ്രവർത്തകനും ആയിരുന്നു. അതുപോലെ അനേകർ ഇവിടെ കാണും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ. ഈ ചന്ദനപ്പള്ളി പള്ളിയെ ഒരു പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ അദ്ദേഹം ചെയ്ത നല്ല സാഹിത്യ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ ഈ അവസരം നന്ദിയോടെ സ്മരിക്കുകയാണ്. മാത്രമല്ല സഭയിൽ ഇതുപോലെ ശ്രേഷ്ഠരായ സാഹിത്യകാരനാണ് CB ചാണ്ടി സാറ്, അതുപോലെയുള്ളവരെ ഓർക്കുകയും ശ്യാമുവേൽ ചന്ദ്രപ്പള്ളി സഭയ്ക്ക് സംഭാവന ചെയ്ത വലിയ സഭാപിതാക്കന്മാരുടെ പുസ്തകം എഴുതി അങ്ങനെ ഒരു വലിയ സംഭാവന നൽകി അദ്ദേഹത്തെ നന്ദിപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയിരിക്കുന്ന നമ്മുടെ വലിയ ഒരു ചരിത്രകാരനായ പ്രിയപ്പെട്ട രവി മാമച്ചനാണ്. അദ്ദേഹത്തെ ഞാൻ സന്തോഷത്തോടുകൂടെ കാണാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള വ്യക്തികളെ അനുസ്മരിക്കാൻ തക്കവണ്ണം അദ്ദേഹം പുസ്തകം എഴുതി സഭയ്ക്ക് വലിയ ഒരു കാഴ്ച സമർപ്പിക്കുന്നതിൽ അദ്ദേഹത്തെയും അനുമോദിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകളിലൂടെ നിർത്തട്ടെ. നമ്മുടെ ഈ പള്ളി എന്നും ലോകത്തിന് മാതൃകയായി, ഈ സഭയ്ക്ക് സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കുവാൻ ഭാവിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കട്ടെ. പ്രത്യേക യൂത്ത് ലീഗിന്റെ സെക്രട്ടറി അധ്യക്ഷൻ ഈ ഉദ്ഘാടനം ചെയ്ത ഇവിടെ ഇന്ന് ആരംഭിച്ച ബഹുമാനായ കോശി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സഹായകന്മാർ ഡോക്ടർ ജോർജ് ജോസഫ്, ഡോക്ടർ സാഹു ചന്ദ്രപ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ നായർ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിനാകെ ചന്ദനം പൂശി ലോകത്തിൽ നിറയുകയും എല്ലാവരും ആരാധിക്കുന്ന ഈ ചന്ദനപ്പള്ളി വലിയ പ്രധാനമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാരുണ്യ എന്ന നിലയിൽ ഈ സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, അത് ആദ്യം തുടങ്ങി വെച്ചത് ക്രിസ്തുവാണ്. മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ, അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ആദ്യം സന്മനസ് കാണിച്ചത് ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ആദ്യമായി പങ്കുവയ്ക്കൽ പ്രാവർത്തികമാക്കിയത് ക്രിസ്തുവാണ്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ മനസ്സിൽ ഒരു അമ്മയുടെ ഹൃദയം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ തുടക്കം കുറിച്ചത്. സമൂഹത്തിലായാലും നമുക്ക് കുടുംബങ്ങളിലായാലും പ്രയാസം അനുഭവിക്കുകയും ദുഃഖം അനുഭവിക്കുകയും ചെയ്തവരെ ആശ്വസിപ്പിക്കുന്ന ആദ്യം അമ്മമാരാണ്.
ആ അമ്മയുടെ ഒരു മാതാവിന്റെ ഹൃദയത്തിനുള്ളവയായിരുന്നു ഒരു പക്ഷേ ക്രിസ്തു. അന്ന് തുടങ്ങിയതാണ് പങ്കുവെക്കൽ. ഇന്ന് നമുക്കെല്ലാവർക്കും ഇല്ലാത്തതൊന്നാണ് പങ്കുവെക്കൽ. നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ള മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിനോ അവർക്ക് സഹായം നൽകുന്നതിനോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോ സമയം കിട്ടാത്ത മനുഷ്യരായി ഇന്ന് ലോകം മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ ആശയറ്റ ആശ്രയമറ്റ ദുഃഖിക്കുന്ന നിരവധിയായ മനുഷ്യരെ ഓർക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ തീരുമാനിച്ച ഈ ചന്ദനപ്പള്ളി ട്രസ്റ്റ്, തീർച്ചയായും ആ ട്രസ്റ്റിനോടും സഭാപ്രവർത്തകരോടുമൊക്കെയുള്ള ഈ തീരുമാനമെടുത്തിൽ അവരെ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഈ ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ നിരവധിയായ മനുഷ്യർ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി തുടക്കം കുറിച്ച് സർവ്വ മതത്തിൽപ്പെട്ടവർ, ജാതിമത ഭേദമന്യേ മുഴുവൻ മനുഷ്യരെയും സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തീരുമാനമെടുത്ത ഈ ചന്ദ്രപ്പള്ളി ട്രസ്റ്റി അംഗങ്ങളോടും സഭാപ്രവർത്തകരോടുമുള്ള അഭേദമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ ക്ഷണിച്ച ഭാരവാഹികൾക്കും അതുകൊണ്ട് സഭാ അംഗങ്ങൾക്കും എല്ലാം പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി നിങ്ങളുടെ എല്ലാ അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സാമുൽ ചന്ദ്രപ്പള്ളി ചന്ദ്രപ്പള്ളി വലിപ്പള്ളിയുടെ ആയുഷ്കാല വിദ്യാർത്ഥിയായിരുന്ന മാവേലി ഫാദർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അദ്ദേഹം കാലം ചെയ്തിട്ട് 10-35 വർഷം 30 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു പുസ്തകം എത്തിയിട്ടില്ല. കാരണം എല്ലാവരും അദ്ദേഹത്തെ അവഗണിക്കുന്നതിന് വിചാരിക്കണം. ചന്ദ്രപ്പള്ളിക്കാർക്ക് താല്പര്യമില്ല, സുധീരന് താല്പര്യമില്ല, കപ്പാത്തന്മാർക്കും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ വിടാൻ പാടില്ല. കാരണം അദ്ദേഹം ചന്ദ്രപ്പള്ളി വലിയ വികാരി മാത്രമല്ല, ഒരേ സമയം ഒരേ കാലഘട്ടത്തിൽ 1930-കളിൽ കോട്ടയത്തെ ഏരിയ ചാപ്പൽ വികാരി, കോട്ടയം MP ഹൈസ്കൂൾ അധ്യാപകൻ, വൈദിക സെമിനറി പ്രിൻസിപ്പൽ, കോട്ടയം MD ഹോസ്റ്റൽ വാർഡൻ, സമുദായ സെക്രട്ടറി, കുണ്ടറ ഹൈസ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ, ഇങ്ങനെ പല നിലകളിൽ പ്രവർത്തിച്ച ആളാണ്. നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ വയ്യ കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്കും അറിയാൻ വയ്യ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിക്കുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം 1895 ജനിച്ചു, 1925 മരിച്ചു. അങ്ങനെയുള്ള അച്ഛന്റെ ബഹുമുഖ സേവന പ്രവർത്തനങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. 26-30 കിട്ടും. എന്നാൽ അദ്ദേഹം അറിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകം 200 പേരുടെ പുസ്തകം 100 രൂപയ്ക്ക് കിട്ടും. 2 മണിക്കൂർ കഴിയുമ്പോൾ പുസ്തകം കാണിക്കും. ഒരാൾക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 2 മണിക്കൂറിന്റെ പുസ്തകം കാണാം. അല്ലെങ്കിൽ പിന്നെ പുസ്തകം വേണമെങ്കിൽ കോട്ടയം തന്നെ കിട്ടുന്നതാണ്. ഈ പുസ്തകം ഈ പെരുന്നാളിൽ പ്രകാശനം ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭം പരിശുദ്ധ ബാബാദികളെ നേരത്തെ പറഞ്ഞു തിരികെ നിർവഹിച്ചു. ഈ മഹത്തായ സദസ്സിൽ ഈ മഹത്തായ വൈദ്യനെ കിട്ടിയ ഒരു പുസ്തകം വിളിച്ചാൻ കഴിഞ്ഞതിന് 80 കഴിഞ്ഞ് എനിക്കൊരു സന്തോഷമുണ്ട്. എത്ര നാളിരിക്കുന്ന അറിയാൻ അനുഭവം. ഏതായാലും ഒരു വലിയ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ വായിക്കാം, വായിച്ചാണെങ്കിൽ ഈ അച്ഛൻ ഒന്നും ജീവിച്ചിരിക്കും. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമനസിന് ഈ ഇടവകയുടെ എല്ലാവിധ നന്ദി സ്നേഹവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഈ ഇടവകയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇടവകയ്ക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന, ഇടവക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തുമ്പോൺ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത ഓഫീസിലെ കുര്യാക്കോസ് മാർ ക്ലിമിസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസ്സിൽ ഈ ഇടവകയുടെ എല്ലാവിധ സ്നേഹവും നന്ദിയും തൃപ്പാദത്തിൽ സമർപ്പിക്കും.
കഴിഞ്ഞ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിലും ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും സഹവാർമ്മയായിരുന്ന ഈ ഇടവയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പൊലീത്തയുടെ ഈ ഇടവകയുടെ നന്ദിയും സ്നേഹവും തൃപ്പാദത്തിൽ സമർപ്പിക്കും. ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാ വർഷവും സമൂഹത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ഏറ്റവും പ്രശസ്തരായ വ്യക്തികളെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. ഈ വർഷം അതിന് സന്മനസ് കാണിച്ച് ഈ സമ്മേളനത്തിൽ വന്ന് ഈ വലിയ പള്ളിയുടെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ബഹുമാന ജസ്റ്റിസ് ബെഞ്ചമിൻ റോസി അവர்களுക്കും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കും ഈ ഇടവകയുടെ എല്ലാവിധ സ്നേഹങ്ങളും അർപ്പിക്കുന്നു. ഈ ദേവാലയം പുതുതായി ഏർപ്പെട്ടിട്ടുള്ള കാരുണ്യ സഹായ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച അടൂരിന്റെ പ്രിയങ്കനായ MLA ശ്രീ ചിറ്റയം ഗോപകുമാർ അവരോടുള്ള ഈ ദേവാലയത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഇടവകയുടെ അഭിമാനമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിന് ഇടവകയുടെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം മാവിലൊരു ഡേവിഡ് കോർ പുസ്തകത്തെ പറ്റി പുസ്തകം എഴുതിയ ബഹുമാനായ KV മാമൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിജയൻ നായനോട് ഈ ഇടവകയുടെ നന്ദിയും സ്നേഹവും അർപ്പിക്കും. ഒപ്പം ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കാളികളായ മുഴുവൻ സഹതാ വിശ്വാസികൾക്കും ഈ ദേവാലയത്തിന്റെ പേരുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ബഹുമാന്യരായ വൈദികർ, ഒപ്പം ഈ ഇടവകയിൽ നിന്നും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് അനിൽ P. വർഗീസിന് ഈ ഇടവകയുടെ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഒപ്പം ഈ പരിപാടികളുടെ റിപ്പോർട്ട് എത്തിയിരുന്ന ബഹുമാനായ മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും ഈ ഇടവകയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഒപ്പം വിശുദ്ധനായ ഗീവർഗീസ് സഭയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൂടുതൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇടവകയുടെ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.